കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഇന്ന് വൃശ്ചികം 3. ശബരിമല യാത്രയിൽ മാലയിട്ട് കഴിഞ്ഞ സ്വാമിമാര് ശരണം വിളിക്കുമ്പോൾ ഓർമ്മിക്കുന്ന ഒരു പേര്, അതിനോടനുബന്ധമായി കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് അറിയേണ്ടത്. സ്വാമിയെ ശരണമയ്യപ്പ, ശ്രീധർമ്മശാസ്താവേ ശരണമയ്യപ്പ. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ശ്രീധർമ്മശാസ്താവ് ആര്, എന്ത്, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മുടെ അന്വേഷണം പോകുന്നത്. നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടത്തെ എല്ലാവർക്കും അറിയാം. നമ്മൾ വസിക്കുന്നത് കലിയുഗത്തിലാണ്. അപ്പം അതിനു മുമ്പുണ്ടായിരുന്ന യുഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അറിയേണ്ടതായിട്ട് വരും. കൃത, ത്രേത, ദ്വാപര, കലി എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ യുഗമാണ് കൃതയുഗം. ഈ കൃതത്രേത ദ്വാപര കലിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 4 യുഗങ്ങളും കൂടി ചേരുന്നത് എത്ര വർഷം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അറിയേണ്ടതായിട്ട് വരും. 4800 ദിവ്യവത്സരമാണ് കൃതയുഗം. അതിൻ്റെ 4/1 ഭാഗം കുറഞ്ഞ് 3600 ദിവ്യവർഷമാണ് ത്രേതായുഗം. കൃതയുഗത്തിൻ്റെ നേർപകുതിയാണ് ദ്വാപരയുഗം, 2400 ദിവ്യവർഷം. കലിയുഗമാകുമ്പോൾ അതിൻ്റെയും നേർപകുതിയാണ് 1200 ദിവ്യവർഷം. ഇവിടെ നമുക്ക് വ്യക്തമായിട്ടും അറിയേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാനിതിൻ്റെ കാലത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ യാമത്തെക്കുറിച്ചുള്ള ഒരു കണക്ക് പറഞ്ഞു. അതിലും കുറച്ചുകൂടി ഗഹനമായ മറ്റൊരു കണക്കാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തേത് കൃതയുഗം, കൃതത്രേത, ദ്വാപര, കലി എന്ന് പറയുന്ന ഈ 4 യുഗങ്ങളും കൂടെ കൂടിച്ചേർന്നാൽ നമുക്ക് ലഭ്യമാകുന്നത് ഒരു മഹായുഗമാണ്. അതിൻ്റെ ആകെ കാലം 4800 അധികം 3600 അധികം 2400 അധികം 1200 എന്ന് പറയുമ്പോൾ 12000 ദിവ്യവർഷം എന്നാണ് നമ്മൾ ലഭിക്കുന്നത്. അപ്പോൾ ഒരു ദിവ്യവർഷം എത്ര കാലമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകാം. അതുകൂടി ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സമയത്തിൻ്റെ ഏറ്റവും ചെറിയ അംശം നമുക്കറിയാവുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് സെക്കൻഡുകളാണ്. ആധുനിക യുഗത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം മൈക്രോ സെക്കൻഡുകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ സെക്കൻഡുകളുടെ വലിപ്പം എത്ര വലുതാണ് എന്നറിയുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ 100 മീറ്റർ ഒളിമ്പിക്സിൽ ഒരു അത്ലറ്റ് ഓടാനെടുത്ത സമയമാണ് ഏറ്റവും വില കൂടിയ സമയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡുകൾ കൊണ്ട് 100 മീറ്റർ ഓടിയെത്തി എന്നാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിനെ എത്രയായിട്ട് ഭാഗിക്കാൻ സാധിക്കും ആധുനിക യുഗത്തിന് എന്ന് ചോദിച്ചാൽ അവർ മൈക്രോ സെക്കൻഡുകൾ എന്ന പേരിൽ അതിനെ ഭാഗിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ഏറ്റവും പൗരാണികമായ കാലഘട്ടത്തിൽ നമുക്ക് ഈ സെക്കൻഡിനെ വിഭജിച്ചിരുന്നത് എങ്ങനെ എന്നൊന്ന് നോക്കാം, അറിവിന് വേണ്ടി മാത്രം. ഒരു താമരപ്പൂവിൻ്റെ 2 അല്ലികൾ എടുക്കുക. ആ അല്ലികൾ ഒരുമിച്ച് ചേർത്ത് വച്ച് അത് മുറിയാൻ വേണ്ടുന്ന സമയം എത്ര എന്ന് നമുക്ക് നോക്കാം. 2 താമരയില്ലികൾ മുറിയാൻ വേണ്ടുന്ന സമയത്തിന് അന്നത്തെ നമ്മുടെ ആചാര്യന്മാർ കൊടുത്തിരിക്കുന്നത് അല്പസമയം എന്നാണ്. അല്പസമയം.
ആ അല്പസമയത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ടാണ് ഒരു സെക്കൻഡ് ആക്കിയിരിക്കുന്നത്. 30 അല്പസമയം കൂടുമ്പോൾ ഒരു കല, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 30 അല്പസമയം കൂടുമ്പോൾ ഒരു കല, 30 കല കൂടുമ്പോൾ ഒരു കാഷ്ട, 30 കാഷ്ട കൂടുമ്പോൾ ഒരു ത്രുടി, 30 ത്രുടി കൂടുമ്പോൾ ഒരു ഞൊടി. ഒരു ഞൊടി എന്ന് പറയുന്നതാണ് ഒരു സെക്കൻഡിന് തുല്യമായ സമയം. അങ്ങനെ ഒരു ഞൊടിയെ എത്രയായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത് എന്ന്, എത്ര അല്പസമയമായിട്ട് ഭാഗിച്ചിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാൻ ഇതിൽ നിന്നും, ഈ പട്ടികയിൽ നിന്നും എളുപ്പത്തിൽ സാധിക്കും. 30 ഗുണം 30 ഗുണം 30 ഗുണം 30, 4 30കൾ പരസ്പരം ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 3 9 9 27, 27 3 81. അതായത് 81,000 അല്പസമയം കൂടുന്നതാണ് ഒരു ഞൊടി എന്നറിയുമ്പോൾ നമ്മുടെ അന്നത്തെ ആചാര്യന്മാർ സമയനിഷ്ഠ കണ്ടെത്തുന്നതിന്, അതിൻ്റെ ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ അംശം എന്ത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്ന് ഓർത്തു നോക്കുക. ലോകത്തെ പൂജ്യം പരിചയപ്പെടുത്തിയത് ഇവിടുത്തെ ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ആ പൂജ്യത്തെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഒരു സെക്കൻഡിനെ 8,10,000 വിഭജിച്ചിരിക്കുന്നു എന്നുകൂടി അറിയുക. ആ സമയം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാണ് നമ്മുടെ മഹാഭാരതത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ ഭൂമിയുടെ വയസ്സ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. 196 കോടി ഏതാണ്ട് 58 ലക്ഷം വർഷമാണ് നമ്മുടെ പഴക്കം. ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിട്ട് കണ്ടെത്താൻ സാധിച്ചത് ഏകദേശം 200 കോടി വർഷം എന്ന് പറഞ്ഞിടത്താണ് കൃത്യകണക്കനുസരിച്ചിട്ട് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അത്തരം കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ആദ്യത്തേത് കൃതയുഗം. ആ കൃതയുഗത്തിലാണ് ഈ പറഞ്ഞ വസ്തുതകളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ദേവന്മാർക്ക് ലഭിച്ച ഒരു ശാപത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെ ഒരു സംഭവത്തിന് കാരണഭൂതമായ വസ്തുത ഉണ്ടാവുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദുർവാസാവ് മഹർഷി അവിചാരിതമായി ശ്രീ പരമേശ്വരനെയും പരമേശ്വരിയെയും സന്ദർശിക്കുന്നു. ശ്രീ പരമേശ്വരിക്ക് ദേവലോകത്ത് നിന്ന് ലഭിച്ച അസുലഭസുന്ദരമായൊരു നവ്യമാല്യം സന്തോഷത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ദുർവാസാവിന് ഈ മാല്യം ശ്രീ പാർവതി സമ്മാനിക്കുന്നു. സന്യാസിയായ തനിക്കെന്തിനാണ് മാല എന്ന് ചോദിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അത് സ്വീകരിച്ച മഹമുനി ഈ മാല ആർക്കു കൊടുക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ആ ആലോചനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഓർമ്മയിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്നത് ദേവേന്ദ്രന്റെ മുഖമാണ്. അതനുസരിച്ചിട്ട് ദേവേന്ദ്രന് ഈ മാല സമർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് മഹാമുനി യാത്രയായി. ദുർവാസാവ് വഴിയിൽ തന്നെ ദേവേന്ദ്രനെ കണ്ടു. ദേവേന്ദ്രനോട് ഈ മാല അണിയാനായിട്ട് ആവശ്യപ്പെട്ട് നൽകി. ദേവേന്ദ്രൻ ആലോചിച്ചു, ഒരു മഹാമുനിയാണ് തനിക്ക് ഈ മാല സമ്മാനിച്ചിരിക്കുന്നത്, അതിവിശിഷ്ടമായ ഒരു ഉപഹാരമാണ്. അതുകൊണ്ട് തൻ്റെ മുടിയൊക്കെ ഒന്ന് കോതിക്കെട്ടി അല്പം സന്തോഷത്തോടുകൂടി ഇത് സ്വീകരിക്കാം എന്ന് തീരുമാനിച്ച് മുനി നൽകിയ മാല തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ കൊമ്പിൽ കൊരുത്തിട്ട് ദേവേന്ദ്രൻ മുടി കോതിക്കൊണ്ടിരുന്നു. ഇതിൽ നിന്നും പ്രസരിക്കുന്ന പരിമളം അറിഞ്ഞ് വണ്ടുകൾ കൂട്ടം കൂട്ടമായി വരികയും ഈ വണ്ടുകളുടെ മുരൾച്ച ഐരാവതത്തിന് സഹിക്കാനാവാതെ വരികയും ചെയ്തപ്പോൾ തലകുലുക്കി തൻ്റെ കൊമ്പിന് ഇടയിൽ ഇരുന്നിരുന്ന ആ മാല്യം താഴെ വീഴ്ത്തിയെന്ന് മാത്രമല്ല, ദുർവാസാവ് മുനിയുടെ മുമ്പിൽ വെച്ച് തന്നെ തൻ്റെ മുൻകാലുകൾ കൊണ്ട് ആന അത് ചവിട്ടി ഞെരിച്ചു. ഇത് കണ്ട് കോപിഷ്ഠനായ മഹാമുനി, നിങ്ങൾക്ക് ജരാനര ബാധിച്ച് മരണം നിങ്ങളെ ഗ്രസിക്കുമാറാകട്ടെ എന്നൊരു ശാപവും വെച്ചു കൊടുത്തു. അതുവരേക്കും അമരന്മാരായിരുന്ന ദേവന്മാർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാഴ്ച മങ്ങി, ചെവി കൊട്ടിയടച്ചു, ശരീരം മുഴുവനും
ജരയും നരയും മുടികളെല്ലാം കറുത്തിരുന്ന മുടികളെല്ലാം വെളുത്തു. അവർക്ക് ജരാനര ബാധിച്ചു. മരണം എപ്പോൾ വേണമെങ്കിലും പിടികൂടും എന്നുള്ള നിലയിലായി. ആ അവസരത്തിൽ മുനിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ ദേവകുലത്തിന് സന്തുഷ്ടനായ മുനി ശാപമോക്ഷം നൽകി. ആ ശാപമോക്ഷം എന്നുദ്ദേശിക്കുന്നത് ചെറിയ കാര്യമല്ല. അദ്ദേഹം ശാപമോക്ഷത്തിന് വച്ച ആ ഒരു ഉടമ്പടി എന്ത് എന്ന് ചോദിച്ചാൽ, പാലാഴി കടയണം. പാലാഴി കടയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും അമൂല്യമായൊരു വസ്തു ലഭിക്കും. അതായത് പാലാഴിയിൽ നിന്ന് ലഭിക്കുന്ന ആ വസ്തുവാണ് അമൃത്. മരണം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ കാരണഭൂതമായ ആ അമൃത് ശേഖരിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പാലാഴി കടയാനും എന്നിട്ട് പാലാഴിയിൽ നിന്ന് ലഭിക്കുന്നതായ അമൃത് ഭക്ഷിക്കുന്നതോടുകൂടി ശാപമോക്ഷം വരും എന്നുമാണ് മുനി അവർക്ക് ശാപമോക്ഷമായി നൽകിയത്. ദേവന്മാർ തലപുകഞ്ഞാലോചിച്ചു തങ്ങൾക്ക് ഇതെങ്ങനെ സാധിക്കും. അവർ നേരെ ദേവന്മാരുടെ ഏറ്റവും വലിയ ഇഷ്ടം മഹാവിഷ്ണുവിനോടാണ്. അവർ മഹാവിഷ്ണുവിൻ്റെ സവിധത്തിലെത്തി, ഇങ്ങനെയൊക്കെയാണ് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നത്, എന്താണ് ചെയ്യുക? ഏതായാലും മഹാവിഷ്ണു അനുവാദം കൊടുത്തു, നിങ്ങൾ പാലാഴി കടഞ്ഞുകൊള്ളൂ. പക്ഷെ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടുന്നത് അസുരന്മാരെ കൂടി ഇതിനോടൊപ്പം കൂട്ടണം. അതിന് നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. ശ്രീപരമേശ്വരന്റെ സഹായം നിങ്ങൾക്ക് വേണം. അദ്ദേഹത്തിന്റെ അനുവാദം ആവശ്യമാണ്. ദേവഗുരു ശുക്രാചാര്യരുടെ അനുവാദവും നിങ്ങൾ വാങ്ങണം. അങ്ങനെ ദേവന്മാർ ആദ്യം ശുക്രാചാര്യരുടെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങി. അതിനുശേഷം ശ്രീപരമേശ്വര സവിധത്തിലെത്തി. ശ്രീപരമേശ്വരൻ പറഞ്ഞു, കടയുന്നതിന് തിരക്കേടൊന്നുമില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് തന്നെ ആവില്ല, അസുരന്മാരെ കൂടെ കൂട്ടിക്കൊള്ളൂ, ഞാൻ അവരോട് പറയാം. ഏതായാലും ശ്രീപരമേശ്വരന്റെ നിർദ്ദേശാനുസരണം അസുരന്മാർ ദേവന്മാരോടൊപ്പം പാലാഴി കടയാൻ തയ്യാറായി എത്തി. ഇത് കടയാൻ വേണ്ടുന്നത് കടകോല് വേണം, അതിനെ ചുറ്റി വരിയുന്ന ഒരു കയറും വേണം. ഈ കടകോൽ ഏത് എന്നാലോചിച്ചു കഴിഞ്ഞപ്പോഴാണ് മന്ധരപർവ്വതത്തിന്റെ അടുത്ത് സമീപത്തിൽ നിന്ന് അനുവാദം ചോദിച്ചു. മന്ധരപർവ്വതം അനുവാദം നൽകി. ഇത് കടയുന്നതിന് വേണ്ടി ഒരു കയർ ആവശ്യമാണ്. ചെറിയ കയറ് പോരാ, വലിയ കയറ് വേണം. അതിന് പറ്റുന്നത് ആര് എന്ന് ആലോചിച്ചപ്പോൾ ശ്രീപരമേശ്വരൻ തന്നെ പറഞ്ഞു, വാസുകി എന്ന സർപ്പമാണെങ്കിൽ നന്നായിരിക്കും. ഏതായാലും വാസുകിയെ കൂടി കൊണ്ടുവരാമെന്നേറ്റു. അങ്ങനെ പാതാള ലോകത്ത് നിന്നും സർപ്പത്തെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായത് താർക്ഷ്യനാണ്, ഗരുഡൻ. ഗരുഡൻ പറഞ്ഞു, ഞാനിപ്പം നിമിഷ നേരത്തിനുള്ളിൽ കൊണ്ടുവന്നേക്കാം വാസുകിയെ, എന്നെ അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഗരുഡന്റെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവം, ഞാൻ വിചാരിച്ചാൽ എന്തും ചെയ്യാനായി സാധിക്കും, ഞാൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന ഭാവം, അതായത് ഞാനെന്ന ഭാവം. ആ ഭാവത്തെക്കുറിച്ച് കുറച്ചറിയാവുന്ന മഹാവിഷ്ണു ഇവന്റെ ഭാവം, ഞാനെന്ന ഭാവം, അഹങ്കൃതി, ആ അഹങ്കാരത്തിനൊരു ചെറിയ വിരാമമിടാൻ പറ്റിയ സമയം ഇത് തന്നെ എന്ന് തീരുമാനിച്ച് ഗരുഡനെ പറഞ്ഞയച്ചു. ഗരുഡൻ പാതാള ലോകത്ത് നാഗലോകത്തെത്തി വാസുകിയെ വിവരങ്ങൾ അറിയിച്ചു. വാസുകിയോട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാൻ തയ്യാറായിട്ടാണ് വന്നത്, എനിക്ക് ഒരു വിഷമവുമില്ല. ആകാശം മുട്ടെ പറന്ന് ഏറ്റവും വേഗതയിൽ പോകുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കാം. വാസുകി വിനയാന്വിതനായി പറഞ്ഞു, സുഹൃത്തെ, എന്നെ കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ എൻ്റെ ശരീരം ഭൂമിയിൽ വലിയുന്നതിനിട വരരുത്. അത് മാത്രമേ എനിക്കൊരു ഡിമാൻഡായി പറയാനുള്ളൂ. ഗരുഡൻ സമ്മതിച്ചു. ഓക്കെ, അത് ഒരു പ്രശ്നവുമില്ല. ഗരുഡൻ രണ്ടായി മടക്കി വാസുകിയെ എടുത്തിടത്തോളം ഭാഗം ഭൂമിയിൽ കിടക്കുന്നു. അത് 4 മടക്കി, 8 മടക്കി, 16 മടക്കി, 32 മടക്കി. രക്ഷയില്ല. എപ്പോൾ എടുത്തോ ആ എടുത്തിടത്തോളം ഭാഗം ഭൂമിയിൽ തന്നെ കാണുകയാണ്. താർഷ്യന്, ഗരുഡന് നിരാശയും കോപവും ഉണ്ടായി. പക്ഷെ കോപിച്ചിട്ട് കാര്യമില്ല, തന്നെ കൊണ്ട് കഴിയുന്നില്ല. അവസാനം തോൽവി സമ്മതിച്ച് മഹാവിഷ്ണുവിന്റെ സവിധത്തിൽ ചെന്ന് തലയും കുമ്പിട്ട് നിന്നു. എന്തേ, സാധിച്ചില്ല അല്ലേ?
ഗരുഡൻ അത്ഭുതപ്പെട്ടു. എങ്ങനെ അദ്ദേഹം ഇത് അറിഞ്ഞു? തൻ്റെ ഭാവം കൊണ്ടായിരിക്കും ഇത് സംഭവിച്ചതെന്ന് ഉദ്ദേശിച്ചു. എന്തായാലും ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് പോയി പറഞ്ഞേക്കൂ സാധിച്ചില്ല എന്നുള്ള വിവരം. ശ്രീ പരമേശ്വരന്റെ സമീപത്ത് ചെന്നപ്പോൾ ഗരുഡൻ കണ്ട കാഴ്ച, വാസുകി അവിടെ കിടക്കുന്നു. എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി എന്നറിയാനുള്ള ഒരു ഔത്സുക്യം ഗരുഡന് തോന്നി. ഗരുഡൻ അന്വേഷിച്ചപ്പോൾ മറ്റൊന്നുമല്ല, നാഗലോകത്തേക്ക് തൻ്റെ കൈ നീട്ടി ചെല്ലാൻ സാധിച്ച ശ്രീ പരമേശ്വരന്റെ കയ്യിൽ ഒരു വളയം പോലെ തൂങ്ങിക്കിടന്ന വാസുകിയെ തൻ്റെ കൈ ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പോൾ ഇവിടെ എത്തിക്കാൻ, അതായത് ഗരുഡൻ എത്തുന്നതിന് മുമ്പ് തന്നെ വാസുകി ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഗരുഡന്റെ അഹങ്കാരത്തിന് ശമനം വരുത്താനായിട്ടും സാധിച്ചു. ഏതായാലും മന്ധരപർവ്വതത്തെ കൊണ്ടുവന്നു, വാസുകിയെ വന്നു, എല്ലാവരും പാലാഴി കടയാൻ തയ്യാറായി നിന്നു. ആ നിൽക്കുന്ന നിൽപ്പിലാണ് ദേവന്മാർ തലയ്ക്കലും അസുരന്മാർ കാൽക്കലും നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ദേവന്മാർ വന്നു നിന്നത്. അസുരന്മാർ പറഞ്ഞു, പാമ്പിന്റെ തല പിടിക്കാനല്ലാതെ വാല് പിടിക്കാൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ അതിന് തയ്യാറല്ല. അല്പസ്വല്പം തർക്കം നടന്നെങ്കിലും ആ തർക്കത്തിന്റെ അവസാനം ദേവന്മാർക്ക് കർശന നിർദ്ദേശം ശ്രീ പരമേശ്വരൻ നൽകി, നിങ്ങൾ വാല് തന്നെ പിടിച്ചാൽ മതി. അവർക്ക് അപ്പോഴതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. എന്തായിരുന്നു സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ നടന്നു. ആരുടെയോ ഭാഗത്ത് നിന്ന് കയറിന് അല്പം അയവ് സംഭവിച്ചപ്പോൾ മന്ധരപർവ്വതം താഴേക്ക് സമുദ്രത്തിനടിയിലേക്ക് താഴ്ന്നു. അപ്പോൾ കടയാൻ നിവൃത്തിയില്ലാണ്ടായി. ഈ സമയത്താണ് മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു വലിയ ആമയുടെ രൂപത്തിലുള്ള ആ അവതാരം, കൂർമ്മ അവതാരം എടുത്ത മഹാവിഷ്ണു മന്ധരപർവ്വതത്തിന്റെ ചുവട്ടിൽ വന്നു നിന്ന് പർവ്വതത്തെ തൻ്റെ മുതുകിലേറ്റി മുകളിലേക്ക് ഉയർത്തി. അങ്ങനെ ഉയർത്തപ്പെട്ട പർവ്വതത്തിന് ഉയരം കുറച്ച് കൂടിപ്പോയി. ആ സമയത്താണ് ഒരു പക്ഷി, ഭീമാകാരനായ ഒരു പക്ഷി ആ പർവ്വതത്തിന്റെ മുകളിൽ വന്നിരുന്ന് തൻ്റെ തുത്തു കുണുക്കിക്കൊണ്ട് ഈ പർവ്വതത്തെ കുറേശ്ശെയായിട്ട് വളരെ സാവധാനം കീഴോട്ടേക്കാക്കി. ആ പക്ഷിയും ഒരവതാരമായിരുന്നു. ആ അവതാരം തിത്തിരപ്പക്ഷിയുടെ രൂപത്തിലാണെന്ന് മാത്രം. നമ്മൾ പറയുന്ന തുത്തുകുണുക്കി പക്ഷിയാണ് ഈ തിത്തിരപ്പക്ഷി. അപ്പൊ ഈ കാലഘട്ടത്തിൽ, അതായത് മന്ധരപർവ്വതം കൊണ്ട് അമൃത് കടഞ്ഞെടുക്കാൻ പാലാഴി കടയുന്ന കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിന്റെ രണ്ടവതാരങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഒന്ന് കൂർമാവതാരം, രണ്ട് തിത്തിരപ്പക്ഷി ആയിട്ടുള്ള അവതാരം. ഈ സമുദ്രത്തിൽ നിന്റെ അന്തർഭാഗത്ത് നിന്ന് നിരവധി സാധനങ്ങൾ ദേവന്മാർക്കും അസുരന്മാർക്കും ലഭിച്ചു. ഒരു കുതിര ലഭിച്ചു, കാമധേനുവിനെ ലഭിച്ചു, നിരവധി സംഗതികൾ. അതേപോലെ തന്നെ മൂശേട്ട എന്ന് പറയുന്ന ദുർഭഗ ലഭിച്ചതും പാലാഴിയിൽ നിന്നാണ്. ഞാൻ എവിടെ താമസിക്കണം എന്ന് ചോദിച്ച് കരയുന്ന ഒരു ദുർഭഗ. അതുകൊണ്ടാണ് ദുർഭഗ എന്ന് തന്നെ വിളിക്കാൻ കാരണമായത്. മഹാവിഷ്ണുവിന്റെ നെഞ്ചത്ത് കാണുന്ന അടയാളം, അതൊരു രത്നം ധരിച്ചിരിക്കുന്നതാണ്, കൗസ്തുഭം. അത് ലഭിച്ചതും പാലാഴിയിൽ നിന്നാണ്. എന്തായാലും പാലാഴി മഥനത്തിന്റെ പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും കടലിൽ നിന്ന്, പാലാഴിയിൽ നിന്ന് ഒരസാധാരണമായ തേജസ്വി ഉയർന്നു വന്നു. ആ തേജസ്വിയായ മനുഷ്യന്റെ കയ്യിൽ ഒരു അമൃതകുംഭവും ഉണ്ടായിരുന്നു. അമൃതകുംഭവുമായി ഉയർന്നു വന്ന ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് അമൃതകുംഭം ബലമായി ഹരിച്ചുകൊണ്ട് പിടിച്ചു വാങ്ങിക്കൊണ്ട് അസുരന്മാർ രക്ഷപ്പെട്ടു. അസുരന്മാർ അതുകൊണ്ടും ഏറെ ദൂരം പോയി. ഇത്രയും ബന്ധപ്പെട്ട് ഇത് കിട്ടിയിട്ടും തങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ എന്നോർത്ത് നിഷ്ക്രിയരായി ദുഃഖനിമഗ്നരായിരുന്ന ദേവന്മാരുടെ ദുഃഖം കണ്ടില്ലെന്ന് വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത മഹാവിഷ്ണു അവിടെ നിന്നും പെട്ടെന്ന് അന്തർധാനം ചെയ്തു. മഹാവിഷ്ണു ഒരു സുന്ദരിയായ സ്ത്രീ രൂപത്തിൽ അസുര
സവിധത്തിൽ എത്തുകയും അവരോടെല്ലാം വളരെ അടുത്ത് പെരുമാറുകയും അവരോട് താൻ ഈ അമൃത് വിളമ്പിത്തരാം എന്ന് ശങ്കയ്ക്ക് ഇട കൊടുക്കാത്ത നിലയിൽ പറയുകയും ചെയ്തു. അവർക്ക് വളരെ സന്തോഷമായി. ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുന്ദരിയെ കൊണ്ട് അമൃത് വിളമ്പിച്ച് ഭക്ഷിക്കാൻ തയ്യാറായി അവരെല്ലാം ഇരുന്നു. അമൃത് കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ഇവരോട് പറഞ്ഞു, ഞാൻ അങ്ങേയറ്റത്ത് നിന്നോ ഇങ്ങേയറ്റത്ത് നിന്നോ വിളമ്പാം. ഏറ്റവും അവസാനം കണ്ണു തുറക്കുന്നയാളുടെ ഭാര്യയായിട്ട് ഞാൻ വരികയും ചെയ്യാം. ഏറ്റവും അവസാനം ഈ അമൃത് ഭക്ഷിക്കാനിരിക്കുന്ന അസുരന്മാരുടെ ആരാണോ അവസാനം കണ്ണു തുറക്കുന്നത് ആ അസുരന്റെ ഭാര്യയാകാൻ ഞാൻ തയ്യാർ. മുഴുവൻ പേരും കണ്ണിറുക്കി അടച്ച് ഇപ്പോൾ തങ്ങളുടെ ഇലയിൽ അമൃതം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടെ നോക്കിയിരുന്നു. പക്ഷെ ഈ സെക്കൻഡുകൾ മതിയായിരുന്നു അസുരന്മാരുടെ അടുത്ത് നിന്നും തട്ടിയെടുക്കപ്പെട്ട ഈ അമൃതകുംഭം ദേവന്മാർക്ക് കൊടുക്കാൻ. അതനുസരിച്ചിട്ട് ദേവന്മാർക്ക് ഈ അമൃതകുംഭം നൽകി. അത് അസുരന്മാരിൽ നിന്നും കൊണ്ടുവന്നതാണെങ്കിലും സന്തോഷപൂർവ്വം ദേവന്മാർ അത് ഭക്ഷിച്ചു. അവരുടെ ജരാനരകൾ മാറി, മരണ ഭയം മാറി, അവരമരത്വത്തിലേക്ക് പ്രവേശിച്ചു. അമരത്വത്തിലേക്കായി തീർന്ന ദേവന്മാരുടെ സമീപത്ത് ഇത് വഞ്ചനയാണ് എന്നുള്ള മട്ടിൽ രണ്ട് അസുരന്മാർ വരികയും ഇവർ കഴിച്ചിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞ രണ്ട് ഇല കഷണത്തിൽ നിന്ന്, ദർഭയിൽ നിന്ന് അല്പം അമൃത് ഭക്ഷിക്കാൻ ഇടവരുകയും ചെയ്ത രണ്ട് അസുരന്മാർ നമ്മോടൊപ്പമുണ്ട്. അതിലൊരാളുടെ പേര് രാഹു എന്നാണ്, മറ്റൊരാളുടെ പേര് കേതു എന്നാണ്. രാഹുവിനും കേതുവിനും മരണമില്ലാതെ വരികയും അവർ ജ്യോതിഷ ചക്രത്തിൽ കയറിക്കൂടുകയും ചെയ്തത് അവർക്ക് ഈ ദേവാംശത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ ഈ അമൃത് ഭക്ഷിക്കാൻ ഇടവന്നതാണ്. അവർ ഉപദ്രവകാരികളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നല്ല ഭാഗത്ത് നിന്നാൽ നല്ലതും ചീത്ത ഭാഗത്ത് നിന്നാൽ അങ്ങേയറ്റം ചീത്തയുമാണ് രാഹുകേതുക്കൾ. എന്തായാലും ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആരോഗ്യം വീണ്ടെടുത്തു, അമരത്വം വീണ്ടെടുത്തു. കാലം വീണ്ടും മുന്നോട്ട് പോയി. വളരെ അവിചാരിതമായി മറ്റൊരു കഥ കൂടി നമ്മൾ ഇത് സംബന്ധമായിട്ട് അറിയണം. ഇവിടെ പ്രധാന കഥാപാത്രമായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് മോഹിനിയാണ്. ആ മോഹിനിയും സാക്ഷാൽ ശ്രീ പരമേശ്വരനുമാണ് ശ്രീധർമ്മശാസ്താവിന് ജന്മം നൽകിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ശ്രീ പരമേശ്വരൻ ഈ രൂപം കാണാൻ ആഗ്രഹിച്ചു എന്നും മോഹിനിയുടെ രൂപം കണ്ട ശ്രീ പരമേശ്വരൻ മോഹാവേശിതനായി തനിക്ക് തൻ്റെ ശക്തിയും മഹാവിഷ്ണുവിൻ്റെ ശക്തിയും ഒരുമിച്ച് ചേർന്ന് ഒരു പുത്രൻ അല്ലെങ്കിൽ മറ്റൊരു ശക്തിക്ക് രൂപം നൽകി ഹരിഹര പുത്രൻ എന്ന നിലയിൽ ഒരു രൂപം കൊണ്ടതാണ് ശ്രീധർമ്മശാസ്താവ് എന്നുമാണ് കഥ നിൽക്കുന്നത്. ഇവിടെ പ്രസക്തമായ മറ്റൊരു കഥ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ കഥ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂരപത്മൻ എന്ന ഒരു അസുരന്റെ കഥയായിട്ടുമാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട പുരാണമായിട്ടുള്ള സ്കന്ദപുരാണത്തിലാണ് ഈ കഥ നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ സ്കന്ദപുരാണത്തിൽ പറയുന്ന ഈ ഭാഗം നമുക്ക് ഈ കഥയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കൂടുതൽ വിശ്വാസ്യത നമുക്ക് തോന്നുക സ്കന്ദപുരാണത്തിലെ മോഹിനിയുമായിട്ട് ഉള്ള അടുപ്പവും ബന്ധവുമാണ് നമുക്ക് ബോധ്യപ്പെടുക. എന്തായാലും ഇവിടെ പാലാഴി മഥനത്തിൻ്റെ കഥയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇവിടെ അനാവരണം ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള നിരവധി വസ്തുക്കൾ നമ്മൾ കണ്ടെത്തി. അത് ഓരോരുത്തരായിട്ടെടുത്തു. കാമധേനു, അതേപോലെ തന്നെ കൗസ്തുഭം, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. ആ കഥയുടെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച സ്കന്ദപുരാണത്തെക്കുറിച്ചും കൂടി സൂചിപ്പിച്ചത്. എന്തായാലും
ശ്രീധർമ്മശാസ്താവിന് ജന്മം നൽകിയ ആ കഥയിൽ കൂടുതൽ നമുക്ക് വിശ്വാസയോഗ്യമായി തോന്നുന്നത് സ്കന്ദപുരാണത്തിലെ കഥ കൂടി കേൾക്കുമ്പോൾ അതിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സ്കന്ദപുരാണത്തിന് കാരണഭൂതമായിട്ടുള്ളത് ശ്രീമുരുകന്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഗ്രന്ഥമാണ് സ്കന്ദപുരാണം. അയ്യപ്പനുമായി ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ അയ്യപ്പന്റെ ജ്യേഷ്ഠ സഹോദരനാണ് സ്കന്ദൻ. ഗണപതി ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. ആ സ്കന്ദപുരാണത്തെ സംബന്ധിച്ചാണ് നമുക്ക് അടുത്ത ദിവസം പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ജനിച്ച ശിശുവിനെ, അതായത് ഏത് തരത്തിൽ ഈ രണ്ട് കഥകളിൽ രണ്ടാമത്തെ കഥ ഞാൻ പറയാം. അതിനു മുൻപ് സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിനെ പ്രാഥമികമായ വിദ്യാഭ്യാസം നൽകിയതിന് ശേഷം ശ്രീപരമേശ്വരന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി മഹാവിഷ്ണു ശ്രീധർമ്മശാസ്താവിനെ അയക്കുന്നത് ശിവപുരിയിലേക്കാണ്, കൈലാസത്തിലേക്കാണ്. ജ്യേഷ്ഠ സഹോദരനായ ഗണപതിയോടും ശ്രീമുരുകനോടും ഒപ്പം കുട്ടികളെ പോലെ തന്നെ കളിച്ച് ചിരിച്ച് വസിച്ച് ഏതാണ്ട് ഏറെക്കാലം അവിടെ ശ്രീധർമ്മശാസ്താവിന് കഴിയാനായി. അദ്ദേഹത്തിൻ്റെ ശ്രീപരമേശ്വരൻ തനിക്ക് അറിയാവുന്ന മുഴുവൻ വിദ്യ ശ്രീധർമ്മശാസ്താവിന് പകർന്നു കൊടുത്തു. ഇതിനാവശ്യം വരുമ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് നീ ഭൂമിയിലേക്ക് പോകേണ്ടതായി വരും. അതുവരത്തേക്കും എങ്ങും പോവേണ്ട, കൈലാസത്തിൽ തന്നെ വസിച്ചുകൊള്ളാനുള്ള നിർദ്ദേശത്തിൽ അവിടെ കഴിയുന്നു. ഇനി നമുക്കറിയേണ്ടുന്നത് രണ്ടാമത് ചൂണ്ടിക്കാണിച്ച സ്കന്ദപുരാണത്തിലെ കഥയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസത്തെ കാര്യക്രമത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അതുവരേക്കും സ്കന്ദപുരാണത്തെക്കുറിച്ച് ആലോചന ഓരോരുത്തരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.